പേവിഷബാധയേറ്റു മരിച്ച കൊല്ലത്തെ നിയ ഫൈസലിന്റെ മൃതദേഹം ഖബറടക്കി. പുനലൂരിലെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. 3 തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടി ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. കുട്ടിയുടെ മാതാവിനെ ക്വാറന്റൈനിലാക്കി. 1 മാസത്തിനിടെ 3 കുട്ടികളാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റു മരിച്ചത്. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് രാവിലെ വാർത്തയായി നമ്മൾ കേട്ടത്. വാക്സിൻ എടുത്തു എന്നിട്ടുകൂടി കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായി എന്ന് പറയുന്നത് ഏറെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ സമയമെടുത്തോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, അതോ ആശുപത്രി അധികൃതരുടെ പിഴവാണോ? എന്താണ് ഇതിന് പിന്നിൽ? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? എന്താണ് കുടുംബം പറയുന്നത്? ആതിര, ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് വിളക്കുടിയിലുള്ള വീട്ടിന് സമീപത്ത് വെച്ച് നിയ ഫൈസലിന് ഈ തെരുവ് നായയുടെ കടിയേക്കുന്നത്. അതായത് ഒരു വീട്ടിലെ താറാവിനെ തെരുവ് നായ ഓടിക്കുന്നത് കണ്ട് അതിന് മുന്നിലേക്ക് പട്ടിയെ ഓടിക്കുന്നതിന് വേണ്ടി കുട്ടി പെട്ടെന്ന് അവിടെ എത്തിയതായിരുന്നു. ആ സമയത്ത് കുട്ടിയെ നായ കടന്ന് കടിക്കുകയും ഇടത് കൈമുട്ടിലായിരുന്നു ആഴത്തിലുള്ള മുറിവേറ്റതെന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും അതായത് 12 മണിക്ക് കഴിയുന്ന സമയത്ത് ഈ നായയുടെ കടിയേൽക്കുന്നു. അതായത് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആദ്യ IDRV വാക്സിൻ നൽകുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഈ മുറിവ് ആഴത്തിലാണെന്നുള്ളത് കണ്ടുകൊണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് അയച്ചു. അവിടെ വെച്ച് ഇമ്മ്യൂണോഗ്ലോബിൻ സെറം ഇഞ്ചക്റ്റ് അവിടെ കുത്തിവയ്ക്കുകയും ചെയ്തു. അതായത് ആശുപത്രി അധികൃതരിനൊപ്പം തന്നെ ഈ ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ കൃത്യമായി ചികിത്സ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് അതിനുശേഷം 3 ഡോസ് വാക്സിൻ കൂടെ എടുത്തു. നാളെയാണ് അവസാന ഡോസ് വാക്സിൻ എടുക്കേണ്ടിയിരുന്നത്. വലിയ ലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. 28-ാം തീയതിയോടുകൂടെ ഒരു പനി വന്നു. ആ കുട്ടിക്ക് ഒരു പനി വന്നതോടുകൂടെയാണ് കുടുംബം ആശങ്കയിലാകുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുകയും തുടർന്ന് SATയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെയായിരുന്നു തുടർ ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടെയാണ് മരണം സംഭവിച്ചത്. അതിനുശേഷം ഈ മൃതദേഹം രാവിലെ തന്നെ പുനലൂരിന് സമീപത്തുള്ള ആലഞ്ചേരി പള്ളിയിലേക്കാണ് എത്തിച്ചത്. ആലഞ്ചേരി പള്ളിയിലെ ഖബർസ്ഥാനിലാണ് ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നത്. വീട്ടിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പൊതുദർശനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ കുറച്ച് ആളുകൾ, അടുത്ത കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും പൊതുപ്രവർത്തകരുമായിട്ടൊക്കെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഖബറടക്കമൊക്കെ നടത്തിയത് കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു. അതായത് ആ PPE കിറ്റുകളെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് ആ സുരക്ഷാ മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തത്. കുടുംബം ഇത്തരത്തിലൊരു കൃത്യമായ ചികിത്സ ലഭിച്ചോ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ അമ്മ കൃത്യമായി പറയുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള വീഴ്ചയോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇന്ന് പറഞ്ഞതാണ്, ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിലൊരവസ്ഥ വരരുതേ എന്നൊരു കാര്യം പറയുന്നു. അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കുട്ടികൾ ആരോഗ്യരംഗത്ത് ഇത്രയും മികച്ചു നിൽക്കുമ്പോൾ തന്നെ ആ വാക്സിൻ ഉൾപ്പെടെ എടുത്തിട്ട് 3 പേർ മരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലും അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഡോക്ടർമാരോടും പറയുന്നത്. ഈ കുട്ടിയുടെ, അതായത് നിയയുടെ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രത്യേക ഒരു സർവൈലൻസ് ടീം ലീഡറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ട കാര്യം 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ നായ ചത്തതായിട്ടൊരു വിവരം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചിരുന്നു. പക്ഷേ അത് ഈ മൃഗസംരക്ഷണ വകുപ്പിലോ അല്ല എന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ വകുപ്പിലോ കൃത്യമായി അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ തുടർന്ന് പരിശോധിച്ചിട്ടായിരിക്കും ചികിത്സയിലെ പിഴവോ എവിടെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത്, ഇനി മരുന്നിന്റെ ബാച്ച് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ആതിര, ലിജോ, ഈ കുട്ടിയെ കടിച്ച നായ തന്നെ മറ്റു പലരെയും കടിച്ചു എന്നുള്ള വിവരങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. ഇവരുടെ ഒരു ആരോഗ്യം ഇപ്പോൾ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുൻകരുതലൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമല്ലോ. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, മുൻകരുതലൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ?
ഈ 8-ാം തീയതി നായ ഈ കുട്ടിയെ കടിക്കുന്നു. അതിന് പിന്നാലെ ഈ 2 ദിവസം കഴിയുമ്പോൾ ഈ നായ ചത്തു എന്നുള്ള വിവരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ മറ്റാരെങ്കിലും ഇതേ നായ തന്നെ കടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തൊക്കെ ഒരു വ്യക്തമായ പരിശോധന അതിന് വേണ്ടിയിട്ടാണ് ജില്ലാ പ്രിവൻറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ, അതായത് ഡോക്ടർ ശരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ശേഖരിച്ചു വരികയാണ്. ഇന്ന് അത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് കൃത്യമായ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വിലയിരുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നായ മറ്റാരെയും കടിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അതിലൊരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ആ ചത്ത നായ അത് തന്നെയാണെന്നുള്ള കാര്യം പോലും നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അതിനെ എവിടെ കുഴിച്ചിട്ടു അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തിയ പരിശോധനാ റിപ്പോർട്ടൊക്കെ ഇനി വന്നാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ പുനലൂർ ആ വിളക്കുടി മേഖലയിലൊക്കെ തന്നെ നിരവധി തെരുവ് നായകളുള്ളതുകയും തെരുവ് നായകളുടെ ആക്രമണമൊക്കെ രൂക്ഷമായി ആ പുനലൂർ മേഖലയിലൊക്കെ ഉണ്ട്. ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പേവിഷബാധ ഏറ്റ ആ തെരുവ് നായ മറ്റേതെങ്കിലും നായകളെ കടിക്കുകയോ അവർക്ക് ഇതിനൊരു ഈ വൈറസിനൊരു പ്രജനന സമയമുണ്ട്, അതിനുശേഷം ആ ലക്ഷണങ്ങൾ കാണിക്കുകയും മറ്റു നായ്ക്കൾ മറ്റാരെങ്കിലും ആക്രമിക്കുകയോ ചെയ്യുമോ എന്നുള്ളൊരു ആശങ്കയാണ് നാട്ടുകാരുള്ളത്. എന്തായാലും ആർക്കെങ്കിലും തെരുവ് നായ്ക്കൾ മാത്രമല്ല ഏതെങ്കിലും ഇത്തരത്തിൽ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പഞ്ചായത്തിനെയും ആരോഗ്യ വകുപ്പിനെയൊക്കെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വളർത്തു നായ്ക്കൾക്കുൾപ്പെടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അക്കാര്യങ്ങൾ കൃത്യമായി മൃഗസംരക്ഷണ വകുപ്പിനെയും അറിയിക്കണമെന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുൻകരുതലുകൾ നടപടിയെല്ലാം തന്നെ കൃത്യമായി ഇപ്പോൾ പാലിച്ചു വരികയാണ്. അമ്മയെ ക്വാറന്റൈനിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പലരും നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള വിവരവും ഡോക്ടർമാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു.